ഓം ശാന്തി. അവ്യക്ത സന്ദേശം. 1969 ജനുവരി 18 ശേഷം ഇത് 7ാമത്തെ സന്ദേശമാണ്. ഇതിൽ ബ്രഹ്മബാബയുടെ അന്തിമ സമയത്തിൻ്റെ അനുഭവമാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. कर्म भोग पर योग बल की जीत एक अनोखा अनुभव. കർമ്മഭോഗത്തിന്മേൽ യോഗബലത്തിൻ്റെ വിജയം അതുല്യമായ ഒരു അനുഭവം. आज जब वतन में गई तो जाते ही क्या देखा कि शिव बाबा और अपना ब्रह्मा बाबा दोनों आपस में बैठे थे. ഗുൽജാർ ദാദി പറയുകയാണ്, ഇന്ന് വദനത്തിൽ പോകവേ ഞാൻ കണ്ട ഒരു ദൃശ്യം, ശിവബാബയും അതുപോലെ നമ്മുടെ ബ്രഹ്മബാബയും പരസ്പരം ഒരുമിച്ചിരിക്കുകയായിരുന്നു. और उनके सामने जैसे एक छोटी पहाड़ी बनी हुई थी. അവരുടെ മുമ്പിൽ ഒരു ചെറിയൊരു കുന്ന് ഉള്ളതായി അനുഭവപ്പെട്ടു. वो क्या थी? क्या देखा कि ढेर के ढेर पत्र थे. ദാദി ഇങ്ങനെ ചിന്തിച്ചു, അതെന്തായിരിക്കാം? അപ്പോൾ കണ്ടത് കൂമ്പാരം കൂട്ടിക്കിടക്കുന്ന പത്രങ്ങളായിരുന്നു, കത്തുകളായിരുന്നു. ഇത്തനെ പത്രത്തെ ജൈസെ കി പഹാടി ബൻ ഗയി തി. ദാദി പറയാണ്, അത്രയധികം കത്തുകൾ അവിടെ വന്നിരുന്നു, ഒരു കുന്നിന് സമാനമായിരുന്നു. ജൈസെ ഹി ഹം പहुंची तो ब्रह्मा बाबा ने हमको देखा और कहा कि ईशु कहाँ है. ദാദി വദനത്തിലെത്തുകയെ ബ്രഹ്മബാബ ദാദിയോട് ചോദിച്ചു, ഈശു എവിടെയാണ്? അതായത് ഈശു ദാദി എത്തിയില്ലേ? ഇത്തനെ പത്ര ഹോ ഗയേ ഹെ. മൈനെ കഹാ ബാബ മൈ ആയി ഹും. ഇത്രയധികം കത്തുകൾ വന്നു ചേർന്നില്ലോ, എന്നിട്ട് ഈശു ദാദി എവിടെയെന്നാണ് ബ്രഹ്മബാബ ദാദിയോട് ചോദിച്ചത്. മറുപടിയായി ദാദി പറഞ്ഞു, ബാബ ഞാനാണ് വന്നിരിക്കുന്നത്. ബാബാനെ കഹാ ഈശു ബച്ചി കോ ഭി സാത്ത് ലായി ഹോ ന. അപ്പോൾ ബാബ വീണ്ടും ആവർത്തിച്ചു ചോദിച്ചു, കൂടെ നീ ഈശു മോളെ കൊണ്ടുവന്നില്ലേ? ദേഖ്ന ഈശു ബച്ചി മൈ 2 മിനിറ്റ് മേ ഇത്തനെ സാരെ പത്ര പൂരേ കർ ദേത്താ ഹും. അപ്പോൾ ബാബ പറഞ്ഞു, നോക്കൂ, ഈശു കുട്ടി വന്നാൽ ഈ എല്ലാ പത്രങ്ങളും 2 മിനിറ്റ് കൊണ്ട് വായിച്ചു തീർക്കും. शिव बाबा तो साक्षी होकर मुस्कुरा रहे थे. ഇതൊക്കെ കണ്ടുകൊണ്ട് ബാബ ശിവബാബ സാക്ഷിയായി പുഞ്ചിരിച്ചുകൊണ്ടിരുന്നു. ഇത്തനെ മേ ദേഖാ കി ഈശോ ബഹൻ ബി വഹാ ഇമർജ് ഹോ ഗയേ. ഈ വാർത്താലാപങ്ങൾ നടക്കുന്നതിൻ്റെ അവിടെ ഈശോ ദാദിയും എത്തിച്ചേർന്നു. ഈശു കാ ചെഹ്റ ബിൽക്കുൽ ഹി ശാന്ത് താ. ആ സമയം ഈശു ദാദിയുടെ മുഖം വളരെയധികം ശാന്തമായിരുന്നു. ബാബാ ने कहा बच्ची क्या सोच रही हो? आज तो पत्रों का जवाब देना है. അപ്പോൾ ബാബ ഈശോ ദാദിയെ കുറിച്ച് ചോദിച്ചു, എന്താണ് മകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ന് ഈ എല്ലാ പത്രങ്ങൾക്കും ഉത്തരം നൽകേണ്ടതല്ലേ? ഉസി സമയ ജൈസെ സാകാർ വതൻ കാ സംസ്കാർ പൂർണ്ണ രീതി ഇമർജ് ത. അപ്പം ആ സമയം സാകാരവദനത്തിലെ എല്ലാ സംസ്കാരവും ഇമർജായിരുന്നു. മമ്മ കടി ഹോക്കർ ദേഖ് രഹി തി. ഇത്തനെ മേ ഹി ശിവ ബാബ ने ब्रह्मा बाबा को कहा आप कहाँ हो? വതൻ മേ ബൈഠേ ഹോ. ആ സമയത്തിനിടയിൽ ശിവബാബ ബ്രഹ്മബാബയോട് ചോദിച്ചു, അങ്ങ് എവിടെയാണ്? വദനത്തിലാണോ ഇരിക്കുന്നത്? ഫിർ ഏക് സെക്കൻഡ് മേ ഹി റൂപ് ബദൽ ഗയാ. അതോടെ ഒരു നിമിഷം കൊണ്ട് ആ രൂപം മാറി. ബാബാനെ കുച്ച് കഹാ നഹി, ഏകദം ഡെഡ് സൈലൻസ് ഹോ ഗയ. മറുപടിയായി ബാബ ഒന്നും തന്നെ പറഞ്ഞില്ല, സമ്പൂർണമായും ഡെഡ് സൈലൻസ് സ്റ്റേജിലേക്ക് മാറി. इतने में बाबा ने मुझे कहा कि बच्ची ये पत्र खोल कर देखो.
അതിനിടയിൽ ബാബ പറഞ്ഞു, ഈ എല്ലാ കത്തുകളും വായിച്ചാലും. മൈനെ കഹാ ബാബ പത്ര തോ ഢേർ ഹെ. അപ്പോൾ ദാദി ബാബയ്ക്ക് ഉത്തരം നൽകി, എത്ര അധികം പത്രങ്ങളാണുള്ളത്. ബാബാനെ കഹാ ബച്ചി ഇസ്മേ തോ ഏക് സെക്കൻഡ് ലഗേഗ. കൂമ്പാരം കൂട്ടിക്കിടക്കുന്ന കത്തുകൾ കണ്ടാണ് ദാദി ഇത് പറഞ്ഞത്. എന്നാൽ ബാബ തിരിച്ചു പറഞ്ഞു, നോക്കൂ കുട്ടി, ഇതെല്ലാം വായിക്കാൻ ഒരു സെക്കൻഡ് മതി. ക്യോങ്കി സബി മേ ഏക് ഹി ബാത് ഹെ. കാരണം എല്ലാ കത്തുകളിലും ഒറ്റ വിഷയം മാത്രമേ എഴുതിയിരുന്നുള്ളൂ. इसके बाद बाबा ने सुनाया कि सभी पत्रों में बच्चों के उलझना ही है. അതിനുശേഷം ബാബ പറഞ്ഞു, എല്ലാ കത്തുകളിലും കുട്ടികളുടെ പരാതികൾ മാത്രമായിരുന്നു. अब देखना बाबा बच्चों को रेस्पोंड करते. അപ്പോൾ നോക്കൂ എങ്ങനെയാണ് ബാബ ഈ എല്ലാ കത്തുകൾക്കും മറുപടി നൽകുന്നതെന്ന്. देखना एक सेकेंड में भी सभी को जवाब दे देता हूँ. ഒരു സെക്കൻഡിൽ ഞാൻ എല്ലാ കത്തുകൾക്കും മറുപടി നൽകുന്നത് കണ്ടോളൂ. फिर बाबा ने लाल अक्षरों में यहाँ मुहाफिक. फिर बाबा ने लाल अक्षरों में यहाँ माफिक ही पत्र लिखा. पत्र में लिखा था. പിന്നീട് ബാബ ക്ഷമാപണം എന്ന രൂപത്തിൽ ചുവന്ന അക്ഷരങ്ങളോടുകൂടി കത്തെഴുതി. पत्र में लिखा था, ब्राह्मण कुलभूषण सदर्शन चक्रधारी नूरे रत्नों बच्चों प्रति समाचार यह है कि. കത്തിലെ വരികൾ ഇതായിരുന്നു, ഹേ ബ്രാഹ്മണ കുലഭൂഷണ സദർശന ചക്രധാരി, കണ്ണിലെ കൺമണികളായിരിക്കുന്ന മക്കൾക്കായി എഴുതുന്ന കത്ത്. സബി ബച്ചോं के उल्हनों के पत्र सूक्ष्म वतन में पाया. എല്ലാ കുട്ടികളുടെയും പരാതികളുടെ കത്ത് സൂക്ഷ്മവതനത്തിൽ കിട്ടി. रेस्पॉन्ड में बाप दादा बच्चों को कह रहे कि ड्रामा की बावी के बंधन में सर्व आत्माएं बंधी हुई हैं. കത്തുകൾക്ക് മറുപടിയായി ബാബ എഴുതുകയാണ്, ഡ്രാമയുടെ ബന്ധനത്തിൽ എല്ലാ ആത്മാക്കളും ബന്ധിക്കപ്പെട്ടവരാണ്. സബി പാർട്ട് ബച്ചാ രഹി ഹെ. അതനുസാരമാണ് എല്ലാ ആത്മാക്കളും പാർട്ട് അഭിനയിച്ചു വരുന്നത്. ഉസി ഡ്രാമ കെ മീठी മീठी ബന്ധൻ അനുസാർ ആജ് അവ്യക്ത വതൻ മേ പാർട്ട് ബച്ചാ രഹാ ഹും. ഡ്രാമയുടെ മധുരമായിരിക്കുന്ന ബന്ധനങ്ങൾക്കനുസാരമായിട്ടാണ് ഇന്ന് ഞാനും വതനത്തിൽ പാർട്ട് അഭിനയിക്കുന്നത്. സബി ബച്ചോं को दिल व जान सिकवा प्रेम से അവ്യക്ത रूप से याद प्यार बहुत बहुत स्वीकार हो. എല്ലാ കുട്ടികൾക്കും അകമഴിഞ്ഞ സ്നേഹത്തോടുകൂടി അവ്യക്ത രൂപത്ത് സ്നേഹോർമ്മകൾ സ്വീകരിച്ചാലും, ജൈസെ ബാപ് की स्थिति है वैसे बच्चों को स्थिति रखनी है. ഏതുപോലെ ബാബ തൻ്റെ സ്ഥിതി തയ്യാറാക്കിയിട്ടുണ്ടോ അതുപോലെ തന്നെ മക്കളുടെയും സ്ഥിതി ഉണ്ടായിരിക്കണം. യഹി ബാപ്ദാദ ക പത്ര. ഇതായിരുന്നു ബാപ്ദാദയുടെ കത്ത്. ഫിർ ബാബാക്കോ ഹംനെ ഭോഗ് സ്വീകാർ കരായ. ദാദി പറയുകയാണ്, ഈ കത്തിന് മറുപടി കേട്ടതിനു ശേഷം ബാബയ്ക്ക് ഭോഗം സമർപ്പിച്ചു. ബാബ ബോലെ ബച്ചി ആജ് കുച്ച് നയേ ബച്ചേ ബി ആയേ ഹെ. ഇപ്പോൾ ബാബ ദാദിയോട് പറഞ്ഞു, ഇന്ന് കുറച്ച് പുതിയ കുട്ടികൾ വന്നിട്ടുണ്ടല്ലോ. പെഹലെ മൈ ഉനോക്കോ കിലാത്താ ഹും. ആദ്യം ഞാൻ പുതിയതായി വന്ന കുട്ടികളെയാണ് ഭോഗ് കഴിപ്പിക്കുന്നത്. ഫിർ വതൻ മേ ബാബാനെ സബി ബച്ചോं को ഇമർജ് കിയ. ശേഷം ബാബ എല്ലാ മക്കളെയും വതനത്തിൽ ഇമർജ് ചെയ്തു. ബാബ ജൽദി ജൽദി ഏക് ഏക് കോ ദൃഷ്ടി ഭി ദേ രഹേ തെ, ഹാത്തോं से गिट्टी भी खिला रहे थे. ഇമർജ് ചെയ്ത കുട്ടികൾക്ക് ഓരോരുത്തർക്കുമായി ബാബ ദൃഷ്ടി നൽകിക്കൊണ്ടിരുന്നു. അതേപോലെ തന്നെ ബാബ ഓരോരുത്തർക്കും ഓരോ ഉരുള കഴിപ്പിച്ചുകൊണ്ടിരുന്നു. लेकिन एक एक को एक सेकेंड भी जो दृष्टि दे रहे थे उस दृष्टि में बहुत कुछ भरा हुआ था. എന്നാൽ ഓരോരുത്തർക്കുമായി ബാബ ഓരോ സെക്കൻഡ് എന്താണോ ദൃഷ്ടി നൽകിക്കൊണ്ടിരുന്നത്
ആ ദൃഷ്ടിയിൽ വളരെയധികം കാര്യങ്ങൾ നിറച്ചു വെച്ചിരുന്നു. ഉസ്കെ ബാദ് ഫിർ തീസറാ ദൃശ്യ ഹംനെ ദേഖ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ദാദി പറയുകയാണ്, മൂന്നാമത്തൊരു ദൃശ്യവും കാണാനിടയായി. मैंने बाबा को कहा कि सभी ने एक प्रश्न पूछने के लिए कहा. അപ്പോൾ ദാദി ബാബയോട് പറഞ്ഞു, ബാബ, എല്ലാ കുട്ടികളും എന്നെ ഇവിടെ അയച്ചിരിക്കുന്നത് ബാബയോട് ഒരു ചോദ്യം ചോദിക്കാനാണ്. ബാബാനെ കഹാ ജോ ബി പ്രശ്നേ വോ പൂച്ച് സക്തേ ഹോ. അപ്പോൾ ബാബ പറഞ്ഞു, എന്ത് ചോദ്യമാണെങ്കിലും എന്നോട് ചോദിച്ചോളൂ. ബാബ തോ ഏക് അക്ഷർ മേ ജവാബ് ദേ ദേഗാ. ബാബയാണെങ്കിലോ ഒരു അക്ഷരത്തിൽ തന്നെ അതിനുള്ള ഉത്തരവും നൽകാം എന്ന് പറഞ്ഞു. സബി പൂछते कि पिछाड़ी के समय आपने कुछ बोला नहीं. ചോദ്യം ഇതായിരുന്നു, അതായത് ബ്രഹ്മബാബയോടാണ് ഈ ചോദ്യം. ബാബയോട് ചോദിച്ചു, അവസാന സമയം ബാബ പോകുമ്പോൾ നമ്മളോടൊന്നും തന്നെ പറയാതെയല്ലേ പോയത്. ബാഹർ की सीन तो हम सभी ने सुनी, लेकिन अंदर क्या था वो अनुभव भी सुनना चाहते हैं. അപ്പോൾ കുട്ടികൾ പറഞ്ഞു, പുറമെ എന്തെല്ലാം ദൃശ്യങ്ങളാണോ നടന്നത് അത് നമ്മളെല്ലാം കേട്ടറിഞ്ഞതാണ്. എന്നാൽ ബാബയുടെ ഉള്ളിൽ എന്താണ് അനുഭവം ഉണ്ടായത് അതും കൂടി ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ബാബ ബോലെ, ഹാ ബച്ചി ക്യോ നഹി. അപ്പോൾ ബാബ പറഞ്ഞു ദാദിയോട്, ശരി തന്നെയാണ്, എന്തുകൊണ്ട് ഞാൻ പറഞ്ഞുകൂടാ, ഞാൻ പറഞ്ഞു തരാം, കേൾപ്പിച്ചു തരാം. ബാബ അപ്പനെ അനുഭവം സുനായെങ്കിൽ, ബാബ തൻ്റെ അനുഭവം കേൾപ്പിക്കാം. അച്ഛാ ലോ സുനോ ബച്ചി, കേൾ തോ സിർഫ് 10-15 മിനിറ്റ് കാ ഹി താ. അപ്പോൾ ബ്രഹ്മബാബ പറഞ്ഞു, ആ ഒരു സമയത്തിൻ്റെ കളി കേവലം 10-15 നിമിഷത്തിൻ്റെതായിരുന്നു. ഉസ് തോടെ സേ സമയം മേ ഹി അനേക് കേൽ ചലെ. ആ ചുരുങ്ങിയ വേളയിൽ അനേക കളികളാണ് അഥവാ സംഭവമാണ് ഉണ്ടായിരുന്നത്. ഉസ്മേ ബിൻ ബിൻ അനുഭവ് ഹുയെ. ആ ചെറിയ വേളയിൽ തന്നെ ഒരുപാട് വ്യത്യസ്ത അനുഭവങ്ങളും ഉണ്ടായി. പെഹല അനുഭവ് തോ യേ താ कि पहले जोर से युद्ध चल रही थी. ബാബ പറയാണ്, ആദ്യം ഉണ്ടായ അനുഭവം ഇതായിരുന്നു, വളരെയധികം ഫോഴ്സായി യുദ്ധമാണ് നടന്നിരുന്നത്. കിസ്കി, ആരും തമ്മിലുള്ള യുദ്ധമായിരുന്നു? യോഗബൽ ഔർ കർമ്മഭോഗ് കി. യോഗബലത്തിൻ്റെയും കർമ്മഭോഗത്തിൻ്റെയും യുദ്ധം നടന്നു. കർമ്മഭോഗ് ബി ഫുൾ ഫോഴ്സ് മേ അപ്നി തരഫ് കീഞ്ച് രഹാ താ. കർമ്മഭോഗം കൂടി അതിൻ്റെ തീവ്രതയിൽ തന്നിലേക്ക് വലിക്കുമായിരുന്നു. യോഗബൽ ബി ഫുൾ ഫോഴ്സ് മേ ഹി താ. അതേസമയം ഒരു വശത്ത് യോഗബലവും കൂടി അതിൻ്റെതായ തീവ്രശക്തിയിലായിരുന്നു. ऐसे अनुभव हो रहा था कि जो भी शरीर के हिसाब किताब रहे हुए थे वो फट से योग अग्नि में भस्म हो रहे थे. ഇപ്പോൾ ബാബ പറയാണ്, ആ നിമിഷങ്ങൾ അത്തരത്തിലുള്ള അനുഭവമാണ് ഉണ്ടായിരുന്നത്. അതായത് ശരീരത്തിൻ്റെ എന്തെല്ലാം കണക്കുകളാണോ അവശേഷിച്ചിരുന്നത് അതും കൂടി യോഗത്തിൻ്റെ അഗ്നിയിൽ ഭസ്മമാവുകയായിരുന്നു. और मैं साक्षी हो देख रहा हूँ. ഇതെല്ലാം തന്നെ ഞാൻ സാക്ഷിയായി കണ്ടുകൊണ്ടിരുന്നു. ജൈസെ അഖാഡെ മേ ബൈഠ് മല്ലയുദ്ധ ദേഖ്തേ थे. ബാബ പറയാണ്, ബാൽക്കണിയിൽ ഇരുന്നു കൊണ്ട് ബോക്സിംഗ് അഥവാ മല്ലയുദ്ധം കാണുന്ന പോലൊരു അനുഭവം. മത്ലബ് തോ ദോനോ കാ ഫോഴ്സ് പൂരാ ഹി താ. അതായത് രണ്ടിൻ്റെ ശക്തിയും പൂർണ്ണമായും ഉണ്ടായിരുന്നു. ഒരു വശം യോഗബലം, മറുവശം കർമ്മഭോഗത്തിൻ്റെ. കുച്ച് സമയ ബാദ് കർമ്മഭോഗ് തോ ബിൽക്കുൽ നിർബൽ ഹോ ഗയാ. അങ്ങനെ യുദ്ധത്തിനിടയിൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും വേദനകൾ, അതായത് കർമ്മഭോഗത്തിൻ്റെ ശക്തി കുറഞ്ഞു. ബിൽക്കുൽ ദർദ് ഗും ഹോ ഗയാ. പിന്നീട് സമ്പൂർണമായും വേദനാമുക്തനായി. ऐसे ही अनुभव हो रहा था कि अखरीन में योगबल ने कर्मभोग पर जीत पा ली. ആ ഒരു അനുഭവം അത്തരത്തിലായിരുന്നു. അവസാനം കർമ്മഭോഗത്തിന്മേൽ യോഗബലത്തിൻ്റെ വിജയമുള്ളതായി അനുഭവപ്പെട്ടു.
उस समय 3 बातें साथ साथ चल रही थी. ആ സമയം 3 കാര്യങ്ങൾ ഒരുമിച്ച് നടക്കുമായിരുന്നു. वो कौन सी? അതെന്തായിരുന്നു? एक तरफ तो बाबा से बातें कर रहा था. അതായത് ബാബ തൻ്റെ ഉള്ളിലുള്ള അനുഭവമാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. അതായത് ഒരു കാര്യം, ഈ എല്ലാ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോഴും ബാബ ശുഭാബയുമായിട്ടുള്ള വാർത്താലാപത്തിലായിരുന്നു. ബാബ ആപ് ഹമേ അപ്നെ പാസ് ബുലാ രഹേ ഹോ. അതായത് ബാബയോട് പറയുമായിരുന്നു ബ്രഹ്മ ബാബ, ബാബ അങ്ങ് എന്നെ അരികിലേക്ക് വിളിക്കുകയല്ലേ. दूसरे तरफ यूँ तो कोई खास बच्चों की स्मृतिया. മറ്റൊരു വശത്ത് പ്രത്യേകിച്ചും ഒരു കുട്ടികളുടെയും ഓർമ്മ എന്നിലുണ്ടായിരുന്നില്ല. लेकिन सभी बच्चों के स्नेह की याद शुद्ध मोह के रूप में थी. എന്നിരുന്നാലും എല്ലാ കുട്ടികളിലുള്ള സ്നേഹത്തിൻ്റെ ഓർമ്മ ശുദ്ധമായ മോഹത്തിൻ്റെ രൂപത്തിൽ ഉണ്ടായിരുന്നു. बाकी शुद्ध मोह की रग व ये संकल्प की छुट्टी नहीं ली व और कोई भी संकल्प नहीं था. അല്ലാതെ ശുദ്ധമോഹത്തിൻ്റെ ഒരു ആകർഷണമോ അഥവാ സങ്കല്പത്തിൽ നിന്നും എല്ലാ കുട്ടികളിൽ നിന്നും വിടവാങ്ങലോ മറ്റൊരു സങ്കല്പം പോലും എന്നുള്ളിൽ ഉണ്ടായിരുന്നില്ല. तीसरी तरफ ये भी अनुभव हो रहा था कि कैसे शरीर से आत्मा निकल रही है. മൂന്നാമത്തെ കാര്യം, എങ്ങനെയാണ് ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപ്പെടുന്നത് എന്ന അനുഭവം. कर्मातीत न्यारी अवस्था जो बाबा ने पहले मुरली भी चलाई कि कैसे बाबा होकर सन्नाटा हो जाता है. അതായത് കർമാതീത വേറിട്ട ഒരു അവസ്ഥ. ഏതുപോലെ ബാബ മുൻപും മുരളികളിൽ പറയാറുള്ളത് പോലെ തീവ്രതയിൽ നിന്നും വളരെ ശാന്തമായ അവസ്ഥയിലേക്ക് മാറും. വൈസേ ഹി ബിൽക്കുൽ ഡെഡ് സൈലൻസ് കാ അനുഭവ ഹോ രഹാ താ. അതുപോലെ തന്നെ സമ്പൂർണമായും ഡെഡ് സൈലൻസിൻ്റെ അനുഭവം ചെയ്തു. और देख रहा था कि कैसे एक एक अंग से आत्मा अपनी शक्ति छोड़ती जा रही है. ആ സമയവും ബ്രഹ്മ ബാബ അനുഭവം ചെയ്തുകൊണ്ടേയിരുന്നു ഏത് തരത്തിലാണ് ആത്മാ ശക്തിയെ വേർപ്പെടുത്തുന്നത്. तो कर्मातीत अवस्था का मृत्यु क्या चीज़ है वो अनुभव हो रहा था. ഇപ്പോൾ ബാബ പറയാറുള്ളത് പോലെ കർമാതീത അവസ്ഥ എന്താണ്, അതോ മൃത്യു എന്താണ്, ആ അനുഭവം ചെയ്തു. യഹ്യ മേര അനുഭവ്. ബ്രഹ്മബാബ പറയാണ്, ഇതായിരുന്നു ആ അന്തിമ നിമിഷത്തിലുണ്ടായ എൻ്റെ അനുഭവം. फिर हमने बाबा को कहा कि बाबा सभी बच्चे कहते कि अगर हम सभी सामने होते तो बाबा को रोक लेते. ഇതെല്ലാം കേട്ടിരുന്ന ദാദി ബാബയോട് ചോദിച്ചു, ബാബ എല്ലാ കുട്ടികളും പറയുമായിരുന്നു ഒരു പക്ഷേ ഞങ്ങൾ എല്ലാവരും ബ്രഹ്മബാബയുടെ മുമ്പിൽ ഉണ്ടാകുമെങ്കിൽ ബ്രഹ്മബാബ പോകുന്നതിനെ തടയുമായിരുന്നു. तो बाबा ने कहा बच्ची रोक लेते तो ये ड्रामा कैसा होता. അപ്പോൾ ബാബ ദാദിക്ക് ഉത്തരം നൽകി, കുട്ടി ഒരു പക്ഷേ നിങ്ങളെല്ലാവരും എന്നെ തടയുമായിരുന്നു എങ്കിൽ ഈ നാടകം എങ്ങനെയാ നടക്കുക. फिर हमने कहा बाबा ये सीन जैसे अब तो आर्टिफिशियल लग रही है, रियल ड्रामा नहीं लगता. അപ്പോൾ ദാദി ഉത്തരം പറഞ്ഞു, ബാബ ഇപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങളെല്ലാം ഒരു കൃത്രിമമായിട്ടാണ് അനുഭവപ്പെടുന്നത്, ഇത് നേരായി നടന്നതായിട്ടുള്ള അനുഭവം ഉണ്ടാകുന്നില്ല. बाबा ने कहा कि बच्ची ये स्नेह की मीठी तार जुटी होने के कारण तुमको अंत तक ये वंडर ही देखने में आएगा और अब भी तो संबंध है. അപ്പോൾ ബാബ പറഞ്ഞു, കുട്ടി പരസ്പരമുള്ള സ്നേഹത്തിൻ്റെ ആ മധുരമായ സംബന്ധം ഉള്ളത് കാരണം കൊണ്ടാണ് ഇത് നടന്നില്ല എന്ന് വിശ്വസിക്കുന്നത്, അഥവാ ഇതെല്ലാം ഒരു സ്വപ്നമായോ കൃത്രിമമായിട്ടോ അനുഭവപ്പെടുന്നത്. തുമക്കോ അന്ത് തക് വണ്ടർ ഹി ദേഖ്നെ മേ ആയേഗ. അതുപോലെ അവസാനം വരെയും ഇതൊരു അത്ഭുതമായി തന്നെയാണ് കണക്കാക്കപ്പെടുക. और अब भी तो संबंध है.
ബാബ പറയണ ഇപ്പോഴും ആ ഒരു സംബന്ധമില്ലേ? ബൽ സാക്കാർ രത് ഗയാ ഹെ ലേക്കിൻ ബ്രഹ്മ കെ രൂപ് മേ അവ്യക്ത പാർട്ട് ബജാ രഹേ ഹെ. അതായത് സാകാരത്തിലുണ്ടായ രഥത്തിൽ നിന്നാണ് ഞാൻ വേർപെട്ടത്. എന്നിരുന്നാലും ഇപ്പോഴും ബ്രഹ്മാവിൻ്റെ രൂപത്തിൽ അവ്യക്ത വദനത്തിൽ അവ്യക്ത രൂപത്തിൽ പാർട്ട് അഭിനയിക്കുകയാണ്. बाबा ने कहा मैं भी कभी कभी साकार वतन में चला जाता हूँ. അപ്പോൾ ബാബ പറഞ്ഞു ഞാനും കൂടി പലപ്പോഴും സാകാര വദനത്തിൽ പോകാറുണ്ട്. ഫിർ ശിവബാബ പൂച്ചത്തേക്ക് കഹാ ബൈഠേ ഹോ. അപ്പോഴാണ് ശിവബാബ ചോദിക്കാറുള്ളത്, എവിടെയാ നീ ഇരിക്കുന്നത്? യഹാ ബൈഠേ ജൈസെ സാകാർ വതൻ മേ യെ മകാൻ ബൻ രഹാ ഹെ. ഇവിടെ ഇരിക്കുമ്പോഴും സാകാര വദനത്തിലാണ്, അതായത് വീട് പണി നടക്കുന്നത് പോലെ. വഹാ തക് ജാത്താ ഹും, അവിടെ വരെ ഞാൻ എത്തുമായിരുന്നു. മൈനെ കഹാ ബാബ കബി കബി ലഗ്താ കി ജൈസെ ബാബ ചക് ലഗാ രഹാ ഹെ. അപ്പോൾ ദാദി ഇങ്ങനെ പറയുമായിരുന്നു, പലപ്പോഴും അത്തരത്തിലുള്ള അനുഭവം ഉണ്ടാകാറുണ്ട്. അതായത് ബാബ വന്ന് ചുറ്റിക്കറങ്ങി പോകുന്നത് പോലുള്ള അനുഭവം. ബാബാനെ കഹാ മൈ ചക്കർ ലഗാത്താ ഹും. അപ്പോൾ ബാബ പറഞ്ഞു ശരി തന്നെയാണ്, ഞാനും വന്ന് കറങ്ങി പോവാറുണ്ട്. തോ വോ ബാസ്ന തോ ബച്ചോ കോ ആയേഗി ഹി. അപ്പോൾ ആ ഒരു അനുഭവം കുട്ടികൾക്കും ഉണ്ടാകുമല്ലോ. മത്ലബ് തോ റൂഹ് റുഹാൻ ഹോ രഹി തി. അതായത് ബാബ പറയണ ആ ഒരു ആത്മീയ വാർത്താലാപം നടക്കുമായിരുന്നു. ഫിർ ബാബാനെ എക് ദൃശ്യ ദിക്കായ. അതിനുശേഷം ബാബ ഒരു ദൃശ്യം കാണിച്ചു. ജैसे एक चक्र के अंदर बहुत चक्र दिखाई पड़े. ആ ദൃശ്യം ഇങ്ങനെയായിരുന്നു, ഒരു ചക്രത്തിനുള്ളിൽ അനേക ചക്രങ്ങൾ ഉള്ളതുപോലെ. ചക്ര കാ ഡങ് ഐസാ ബനായാ താ कि उस चक्र से निकलने के 4-5 रास्ते दिखाई पड़े. ആ ചക്രം ആ രീതിയിലാണ് ഉണ്ടാക്കിയിരുന്നത്, അതിൽ നിന്നും പുറത്ത് കടക്കാൻ 4-5 വഴികൾ. പരന്തു നിക്കൽനാ പായ്. കാണുമ്പോൾ 4-5 വഴികൾ കാണുന്നുണ്ടെങ്കിലും അതിൽ നിന്നും പുറത്ത് കടക്കാൻ പറ്റാറില്ല. സിർഫ് ബ്രഹ്മ ബാബ കാ യേ ദിഖായ कि चक्र में चलते चलते पॉइंट पर खड़े हो गए, निकल नहीं. കേവലം ബ്രഹ്മ ബാബയുടേത് മാത്രം അതിൽ കാണുമായിരുന്നു. ആ ചക്രത്തിനുള്ളിൽ റൗണ്ട് അടിച്ചടിച്ച് അവസാനം ഒരു ബിന്ദുവിൽ വന്ന് നിൽക്കുന്നതായി, എന്നിട്ടും അതിൽ നിന്നും പുറത്ത് കടക്കുന്നതായി കാണിച്ചിട്ടില്ല. ബാബ നെ സംജായ കി യഹ് ഡ്രാമ കാ ബന്ധൻ. അതായത് അതിൽ കാണിക്കുന്നത് ഇത് ഡ്രാമയുടെ ഒരു ബന്ധനമാണ്. അതായത് ബ്രഹ്മ ബാബ സ്ഥൂലമായിരിക്കുന്ന രഥത്തിൽ നിന്നും വേർപെട്ടു എന്നല്ലാതെ ഈ ഡ്രാമയുടെ ചക്രത്തിൽ നിന്നും വേർപെട്ടിട്ടില്ല. ബ്രഹ്മ ബാബ ഭി ഡ്രാമ കെ സർക്കിൾ സെ നിക്കൽ നഹി സക്തേ. ബ്രഹ്മ ബാബയ്ക്ക് പോലും ഈ ഡ്രാമയുടെ ചക്രത്തിനുള്ളിൽ നിന്നും ബന്ധനത്തിൽ നിന്നും വേർപെട്ട് നിൽക്കാൻ കഴിയില്ല. ഡ്രാമ കെ ബന്ധൻ സെ കോയി ഭി നിക്കൽ നഹി സക്താ. യഥാർത്ഥത്തിൽ ഡ്രാമയുടെ ബന്ധനത്തിൽ നിന്നും അഥവാ ആ ചക്രത്തിനുള്ളിൽ നിന്നും ആർക്കും പുറത്ത് കടക്കാൻ കഴിയില്ല. ഉസ് 0 പോയിന്റ് തക് പहुंच गए. അവസാനം ആ 0 ബിന്ദുവിലേക്ക് എത്തുമെങ്കിലും ലേക്കിൻ ഫിർ ഭി ഡ്രാമ കാ മീഠാ ബന്ധൻ ഹെ. ആ ചക്രങ്ങൾക്കുള്ളിൽ നിന്നും ബിന്ദുവിലേക്ക് എത്തുമെങ്കിലും ഡ്രാമയുടെ മധുരമായൊരു ബന്ധനത്തിൽ തന്നെയാണ്. ഇസ് മീഠേ ബന്ധൻ കോ കേൽ കെ രൂപ് മേ ദിക്കായ. ആ ഒരു മധുരമായ ബന്ധനത്തെയാണ് കളിയുടെ രൂപത്തിൽ കാണിച്ചിരിക്കുന്നത്. ഫിർ മിശ്രി ബാദാമി കിലായി ചുട്ടി ദി ബോല ജാവോ ബച്ചി ടൈം ഹോ ഗയ. ഇതെല്ലാം ദൃശ്യങ്ങൾ കണ്ടതിനു ശേഷം ബാബ അതിനെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുകയും ശേഷം ദാദിക്ക് കൽക്കണ്ടിയും ബദാമും കഴിപ്പിച്ചു പറഞ്ഞു, ഇനി സാകാര വദനത്തിലേക്ക് മടങ്ങിക്കോളൂ, സമയം വൈകി. അപ്പോൾ ഈ ഒരു സന്ദേശത്തിൽ ബ്രഹ്മ ബാബയുടെ അനുഭവത്തിൽ കൂടി അന്തിമ സമയത്തിൽ ഏത് വിധത്തിലാണ് ആത്മ ഈ ശരീരത്തിൽ നിന്നും വേറിട്ടു പോവുക, നമ്മൾ ഉദ്ദേശിക്കുന്ന മരണം എന്ന വാക്ക് ഏത് വിധത്തിലായിരിക്കും അനുഭവം ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ബാബ പറയാറുള്ളത്, ദീർഘകാലത്തിൻ്റെ അശരീരി സ്ഥിതിയുടെ
അഭ്യാസം നമ്മൾ തുടർന്നുകൊണ്ടിരിക്കണം. അച്ഛ, ഓം ശാന്തി.